നമസ്കാരം, ഞാൻ കൈപ്പള്ളി വിഷ്ണു. ഈ ക്രിസ്ത്യാനോ റൊണാൾഡോനെ പറ്റി കേൾക്കാത്തവരാരും ഉണ്ടാവില്ല. കാൽപന്ത് കളിയിലെ പോർച്ചുഗീസിൻ്റെ ഒരു ഇതിഹാസ താരം കൂടിയാണ് അദ്ദേഹം. ഞാനിന്ന് പറയുന്നത് അദ്ദേഹം 2025 ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ 51 കളിയിൽ നിന്ന് 41 ഗോളുകൾ നേടി, അതും തൻ്റെ 40ാമത്തെ വയസ്സിലും തൻ്റെ ബോട്ടിലൂടെ റെക്കോർഡ് പുസ്തകത്തിൽ പുതിയ അധ്യായം എഴുതി ചേർത്ത പ്രതിഭാതാരമാണ്. വളരെ ദാരിദ്ര്യം നിറഞ്ഞ വീട്ടിൽ ഇളയവനായി 4ാമത്തെ മകനായിട്ടാണ് അദ്ദേഹം ജനിച്ചത്. വളർത്താൻ കഴിവില്ലാത്തതിനാൽ അമ്മ ചൂടുള്ള ബിയർ കുടിച്ച് ഗർഭാവസ്ഥയിൽ അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ വരെ ശ്രമിച്ചു അത്രേ. പക്ഷെ 2025 അദ്ദേഹം ഒരു പുതിയ പ്രൈവറ്റ് എക്സ്പെൻസീവ് ജെറ്റ് വാങ്ങാൻ തീരുമാനിച്ച കാര്യം അദ്ദേഹം തൻ്റെ റീലിലൂടെ പറയുകയുണ്ടായി. ഏകദേശം 60 മില്യൺ യൂറോ ആണ് അതിൻ്റെ വില. അതിനുശേഷം അദ്ദേഹം തൻ്റെ അമ്മയെ കാണാൻ ചെന്നപ്പോൾ അമ്മ അദ്ദേഹത്തോട് തൻ്റെ ഒരു പഴയ കഥ പറഞ്ഞു അത്രേ. മലയറയിൽ താമസിക്കുന്ന കാലത്ത് 10 കിലോമീറ്റർ നടന്നാണത്രേ അവർ സ്കൂളിൽ പോയിരുന്നത്. ഇന്നും അവിടെ പല വില്ലേജുകളുടെ സ്ഥിതിയിലും അതേപോലെ തന്നെയാണെന്ന് അമ്മ ഓർമ്മിപ്പിച്ചു. അത് അദ്ദേഹത്തെ മാറ്റി ചിന്തിപ്പിച്ചു. അദ്ദേഹം ജെറ്റിനു പകരം 100ഓളം സ്കൂൾ ബസ്സുകൾ, അതും പോർച്ചുഗീസിലെ ഗ്രാമപ്രദേശത്തെ കുട്ടികൾക്കായി അദ്ദേഹം വാങ്ങി നൽകി. ആ കുട്ടികൾ സന്തോഷത്തോടു കൂടി ആ സ്കൂൾ ബസ്സിൽ കയറുന്ന കണ്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സ് വളരെ സന്തോഷമായി അത്രേ. അത് അമ്മയെ അറിയിച്ചപ്പോൾ ആ അമ്മ സന്തോഷം കൊണ്ട് കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് പറഞ്ഞു അത്രേ, നീ അതൊക്കെ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അല്ലേ എന്ന്. അദ്ദേഹം പറയുകയാണ്, ഏറ്റവും എക്സ്പെൻസീവ് ആയത് ആകാശത്തുറയുന്ന ഫ്ലൈറ്റ്സോ ജെറ്റ്സോ ഒന്നുമല്ല, മറ്റുള്ളവരുടെ സ്വപ്നത്തിൽ ആകാശത്തിൻ്റെ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഒരുപക്ഷെ ദൈവം നമ്മളോട് ചോദിക്കുന്നതും നിങ്ങൾ സ്വർഗത്തിലേക്ക് എന്തൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയോ എന്നാണ്. ആ സ്വർഗത്തിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പേരാണ് കാരുണ്യം. അതുപോലെ തന്നെ ആ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാൻ ഈ കഥ നമുക്ക് കൂടുതൽ ആത്മബലം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.